ഒരു ആക്ടർ ആവണം അങ്ങനെ വിചാരിച്ചിട്ട് വന്നത്? അങ്ങനെ വിചാരിച്ചല്ല, ഡാൻസ് എന്ന് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. ഓക്കെ. ഇങ്ങനെ ഡാൻസ് ചെയ്തപ്പോ ജയൻ സാറിന് എന്തോ ഡാൻസിന്റെ വീഡിയോ കിട്ടി. ഇതിലിപ്പോ ഇർഫാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. മെയിനായിട്ടൊരു ഉപദേശി ക്യാരക്ടർ എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചാൽ നന്നാക്കാന്നൊക്കെ പറയും. മെയിനായിട്ട് പാരന്റ്സ് കാണേണ്ട സിനിമയാണ്. നമ്മളൊരു 9 മിനിറ്റെങ്കിലും ഇങ്ങനെ 3 മിനിറ്റ് രീതിയിൽ ഇങ്ങനെ പാരന്റ്സിന്റെ ഒപ്പം കുട്ടികൾ ഇരിക്കണം, എല്ലാം സംസാരിക്കണം. അങ്ങനെയാണ് പിള്ളേര് നന്നാവുള്ളൂ. അങ്ങനെയാണ്. ജെൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഫോണിലല്ലേ. ഫോണിലായതുകൊണ്ട് പാരന്റ്സ് നിർബന്ധിക്കണം അവരോട് സംസാരിക്കണമെങ്കിൽ. ഹായ് എവരിവൺ, വെൽക്കം ടു മാപ്സ് ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം തിരക്കിനിടയിൽ അല്പനേരം എന്ന സിനിമയിലെ ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറാണ്. വെൽക്കം നവൻ. അപ്പോ എങ്ങനെ ഈ സിനിമയിലോട്ട് വരുന്നു? എന്നാ ഈ സിനിമയിലെ ഡയറക്ടർ ജയൻ സാറ് നേരത്തെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായി, അതിനെ വിളിച്ചായിരുന്നു. അപ്പൊ നല്ല ആക്ടിങ് ആന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സിനിമയിലേക്ക് വിളിച്ചു. അപ്പോ ലൈക്ക് പഠിച്ചോണ്ടിരിക്കുവല്ലേ? ഞാൻ +2 കഴിഞ്ഞിരിക്കും. പഠിത്തവും ആക്ടിങ്ങും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം? എങ്ങനെ ഇഷ്ടമാണ് ആക്ട് ചെയ്യാൻ? ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഒരു ആക്ടർ ആവണം അങ്ങനെ വിചാരിച്ചിട്ട് വന്നത്? അങ്ങനെ വിചാരിച്ചല്ല, ഡാൻസ് എന്ന് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. ഓക്കെ. ഇങ്ങനെ ഡാൻസ് ചെയ്തപ്പോ ജയൻ സാറിന് എന്തോ ഡാൻസിന്റെ വീഡിയോ കിട്ടി. എന്റെ ഫോട്ടോ ഒക്കെ അയച്ചപ്പോ പുള്ളിക്ക് ഇഷ്ടമായപ്പോ ഒരു ഡെമോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്തു. അപ്പൊ ഈ അല്പനേരം എന്ന മൂവിയിലെ ക്യാരക്ടറിനെ പറ്റി പറയാവോ? ഇതിലിപ്പോ ഇർഫാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. മെയിനായിട്ടൊരു ഉപദേശി ക്യാരക്ടർ എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചാൽ നന്നാക്കാന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ റിയൽ ലൈഫിലത്തെ നവൻലാലും ഇർഫാനും എത്ര ഡിഫറൻസ് ഉണ്ട്? ഉപദേശം എല്ലാരും നമ്മളെയാണ് ഉപദേശിക്കുക, അങ്ങനെയാണ്? അങ്ങനെ പറയാ, കുഴപ്പമില്ല, നന്നായിട്ട് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവിയില്? ലൈക്ക് ഒരു ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഈ ക്യാരക്ടർ കിട്ടിയപ്പോഴും? നല്ല ജോളിയായിരുന്നു. ടീം ആണെങ്കിലും എല്ലാവരും നല്ല സ്നേഹത്തോടെ സംസാരിക്കണേ. എല്ലാവരും ഫ്രണ്ട്സിനെ പോലെ മിസ് ചെയ്യുന്നു എല്ലാവരും. ഇപ്പൊ എല്ലാവരും ഇന്ന് കണ്ടോ എല്ലാരും? ഇപ്പൊ എല്ലാരും വരണ്ട് കുറച്ച്. അപ്പൊ പുതിയ ഫ്രണ്ട്സിനും കൂടെ ആയില്ലേ മൂവിയിലോട്ട്? ഇതിലിപ്പോ വർക്ക് ചെയ്തല്ലോ ഒരുപാട് പേര്, എല്ലാരും പുതിയ പുതിയ ആൾക്കാരും ഇങ്ങനെയാണ്. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രിപ്പ് പോണ ഒരു സീനുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ. അപ്പൊ ഈ തിരിക്കുന്ന അല്പനേരം എന്ന് പറയുമ്പോ ഇതില് ടാഗ് ലൈൻ ഒക്കെ കണ്ടിട്ടുണ്ട്, ഫോർ പാരന്റ്സ്, ഫോർ ടീച്ചേഴ്സ്, ഫോർ സ്റ്റുഡൻസ്. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ദാറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈലിന്. അപ്പൊ എന്താണ് ഈ സിനിമ? മെയിനായിട്ട് പാരന്റ്സ് കാണേണ്ട സിനിമയാണ്. നമ്മളൊരു 9 മിനിറ്റെങ്കിലും ഇങ്ങനെ 3 മിനിറ്റ് രീതിയിൽ ഇങ്ങനെ പാരന്റ്സിന്റെ ഒപ്പം കുട്ടികൾ ഇരിക്കണം, എല്ലാം സംസാരിക്കണം. അങ്ങനെയാണ് പിള്ളേര് നന്നാവുള്ളൂ. അങ്ങനെയാണ് സിനിമ. എന്ത് തോന്നുന്നു ഇർഫാൻ എന്നുള്ള ക്യാരക്ടർ നെയിം അല്ലേ നവൻലാൽ? ഓക്കെ, നവൻലാല് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ലൈക്ക് റിയൽ ലൈഫില് അങ്ങനെയാണോ നവൻലാല്? റിയൽ ലൈഫിൽ അങ്ങനെ എനിക്ക് പറയാം. ഇപ്പൊ പൊതുവെ നമ്മള് ജെൻസി കിഡ്സ് പാരന്റ്സിനോടൊന്നും ഷെയർ ചെയ്യില്ല, ലൈക്ക് ഇച്ചിരി സീക്രസീവ് ആണ്. ജെൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഫോണിലല്ലേ. ഫോണിലായതുകൊണ്ട് പാരന്റ്സ് നിർബന്ധിക്കണം അവരോട് സംസാരിക്കണമെങ്കിൽ. അപ്പൊ അവർക്ക് തന്നെ തോന്നണം ഇങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പാരന്റ്സിന്റെ ഒപ്പം സംസാരിക്കണം. അങ്ങനെയൊക്കെ തോന്നിയാലേ ശരിയാ. അപ്പൊ ഇപ്പൊ ഈ ക്യാരക്ടർ ഉപദേശിക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു ക്യാരക്ടറാണോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങനെയാണോ? റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ പറയും, പിന്നെ നന്നായിട്ട് ബിഹേവ് ചെയ്യണം പറഞ്ഞു. അപ്പൊ ഈ മൂവിന്ന് ഏറ്റവും വലുതായിട്ട് ഇർഫാൻ എനിക്ക് വരുന്ന ക്യാരക്ടർ സോറി, ഈ മൂവിന്ന് ഏറ്റവും വലുതായിട്ട് നവൻലാൽ പഠിച്ചൊരു ലെസൺ എന്താണ്? എനിക്കിപ്പോ മൂവിയുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പോ
സ്റ്റോറി ഞാൻ കണ്ടില്ല. ഇങ്ങനെ അഭിനയിക്കുമ്പോ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഉം. അഭിനയിക്കാൻ പറയുമ്പോ അഭിനയിക്കും. ട്രെയിലർ കണ്ടപ്പോ നല്ല അടിപൊളിയാന്ന് തോന്നി. തോന്നി. ഓക്കെ. അപ്പൊ ലൈക്ക് ബാക്കി വെച്ചപ്പോ ഇഷ്ടാണ് ആക്ടിങ് എന്ന് പറഞ്ഞല്ലോ, അത് വെച്ച് നോക്കുമ്പോ കിട്ടിയൊരു ലെസൺ അങ്ങനെ എന്തെങ്കിലും? അതെ, ആക്ടിങ് എന്ന് പറയുമ്പോ ഞാൻ സെന്റിമെന്റലൊക്കെ ഒരു ക്യാരക്ടറൊക്കെ എങ്ങനെയാണ് ഇഷ്ടായി, പഠിച്ചോ? പഠിച്ചു. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരും എങ്ങനെ ആക്ട് ചെയ്യണേ. അപ്പൊ ആരെങ്കിലും ഒപ്പം ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? ലൈക്ക് ഇന്നയാളുടെ ഒപ്പം എനിക്ക് സിനിമയിൽ വരണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല. എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടോ? ഇങ്ങനത്തെ ക്യാരക്ടർ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മള് മാനിഫെസ്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്കത് നേടാൻ പറ്റുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ലൊക്കേഷനൊക്കെ എവിടെയാണ് മൂവിയുടെ? ഞാൻ ആലുവയാണ്, ആലുവ മുക്തറം. മൂവി ഷൂട്ട് ചെയ്തത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയാണ്. ഓക്കെ. അപ്പൊ അടുത്തടുത്ത് എങ്ങാണ്ട് എങ്ങനെ വീട്ടിൽ പോയി വരുമായിരുന്നോ? വീട്ടിൽ പോയി അല്ല, ദൂരം ഉണ്ടല്ല, ആലുവ മൂവാറ്റുപുഴ ദൂരമുണ്ട്. അപ്പൊ ആ ബസ്സിന് പോയി അവിടെ സ്റ്റേ ആയിരുന്നു. സ്റ്റേ ആയിരുന്നല്ലേ. ഇപ്പൊ ഈ പുതിയ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ ഒരേ പ്രായക്കാരല്ലാണ്ട് വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അജിത്ത് കൂട്ടാക്കോ, അപ്പൊ അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര ഫ്രണ്ട്ലിയാ. നമ്മളൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ. അവര് ലൈക്ക് എന്തെങ്കിലും ടിപ്സ് തന്നിട്ടുണ്ടോ? അവരൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തരും. നമുക്ക് മനസ്സിലാവും. അവരുടെ അടുത്തേക്ക് ഭയങ്കര കംഫർട്ട് ആയിരുന്നു ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ മൂവി റിലീസ് ആകുമ്പോഴാണ് മെയ്യില്. അപ്പൊ ഈ മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സ്പെഷ്യലാണ്, ഒരുപാട് ഇഷ്ടംപോലെ സിനിമ ഇറങ്ങി. അപ്പൊ എങ്ങനെ ടെൻഷൻ ഉണ്ടോ? ഇച്ചിരി ടെൻഷൻ ഉണ്ട്. ഇപ്പൊ അതിരടി ദൃശ്യമൊക്കെ ഇറങ്ങില്ലേ, അപ്പൊ സിനിമ കയറി പോകുന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മള് സിനിമ കാണാ, എല്ലാരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാ, നിങ്ങളുടെ അഭിപ്രായം പറയാ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ. ഇനിയും പുതിയ ക്യാരക്ടേഴ്സിലൂടെ നമ്മുടെ മുന്നിൽ എത്താൻ ആശംസിക്കാം. താങ്ക് യു സോ മച്ച്.